ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഡ്രസ്സൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? നമ്മളൊരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈദ് ഹോളിഡേയ്സ് ആണ് വരുന്നത്. മൺഡേ മുതൽ നമുക്കിവിടെ ഈദ് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോകാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. എവിടോട്ടാണെന്ന് വെച്ചാൽ ജോർജിയയിലോട്ടാണ്. അപ്പോൾ നമ്മളൊരു ഡ്രീം പ്ലേസ് ആണ്. ഇന്ത്യൻ ഡ്രസ്സാണ് ഞാൻ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ബഡ്ജറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് 6 kg ഉള്ളൂ പെർ പേഴ്സൺ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് റെഡിയായി നമ്മൾ ടാക്സിയിൽ കയറിയിട്ടുണ്ട്. ഇബിൻ ബത്തൂത്തയിൽ നിന്നാണ് നമ്മൾ അബുദാബിയിലോട്ട് പോകുന്നത്. നമുക്ക് അബുദാബിയിൽ നിന്നാണ് ഫ്ലൈറ്റ്, വിസെയറാണ്. അപ്പോൾ ദേ നമ്മൾ ടാക്സിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായിട്ടുണ്ട്. ദേ ഇബിൻ ബത്തൂത്ത എത്തിയിട്ടുണ്ട്. നമ്മൾ ലഗേജ് എല്ലാം എടുക്കുകയാണ്. അങ്ങനെ നോയൽ കാർഡ് റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്ത ഉടനെ ബസ്സിൽ കയറും. പെർ പേഴ്സൺ 25 dirhams ആണ് ഇബിൻ ബത്തൂത്തയിൽ നിന്ന് അബുദാബിയിലോട്ട് പോകാനായിട്ട് റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ 1 hour കൊണ്ട് നമ്മൾ അബുദാബിയിലെത്തും. ഇദൂസും അതിനും ഹാപ്പിയാണ്. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നാൾ കാത്തിരുന്നൊരു ട്രിപ്പാണ് കേട്ടോ ഈ ജോർജിയ ട്രിപ്പ്. ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം ബോർഡിംഗ് പാസും കിട്ടി. ഇമിഗ്രേഷനും കഴിഞ്ഞ് നമ്മൾ ഗേറ്റിലോട്ട് നടക്കുകയാണ്. ഇക്ക ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിനി 6 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മളെ ഫ്ലൈറ്റ് താഴെ കിടപ്പുണ്ട്. അബുദാബിയിൽ നിന്ന് വിസെയർ ഒരുപാട് സർവീസ് നടത്തുന്നുണ്ട്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റും കൂടിയാണ് കേട്ടോ. നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. കുട്ടൈസിലോട്ട് പോകുന്ന വിസെയറാണ് നമ്മുടെ ഫ്ലൈറ്റ്. Just wait, other guy coming after we board from there. Trolley. നല്ല തിരക്കുണ്ട്. ഈദ് ഹോളിഡേ കുറച്ച് ലോങ് ആയിട്ടുള്ളതുകൊണ്ട് എല്ലാവരും ട്രിപ്പ് പോവുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ദേ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഞാനും ഇദൂസും ഏറ്റവും ബാക്കിൽ, ഫസ്റ്റ് ടൈമാണ് ഏറ്റവും ബാക്കിലായിട്ടിരിക്കുന്നത്. ഇക്കായും അയിനും ഏറ്റവും ഫ്രണ്ടിലുമാണ് കേട്ടോ. ഞങ്ങൾക്ക് അന്ന് നോമ്പായിരുന്നു. ഞങ്ങൾ വെളിയിൽ നിന്ന് മാക്ഡൊണാൾഡ്സിൽ നിന്ന് ബർഗറും വാങ്ങിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ ഞങ്ങൾ 6:45 ഒക്കെ ആയപ്പോൾ നോമ്പ് മുറിച്ചു. ഫ്ലൈറ്റിലെ ബ്രോഷർ ഞാൻ അവിടെ കണ്ടപ്പോൾ നല്ല റേറ്റാണ് കേട്ടോ. 38 dirhams ആണ് ഒരു ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റേറ്റ് വരുന്നത്. ഷവർമയുടെ 28. ആസ് യൂഷ്വൽ അതെല്ലാം. കപ്പ് നൂഡിൽസൊക്കെ 22 ആണ്. ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്നൊന്നും ഓർഡർ ചെയ്തിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അൽഹംദുലില്ലാ കുട്ടൈസി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ വന്ന ഫ്ലൈറ്റ്. വലിയ ഫ്ലൈറ്റായിരുന്നു. അപ്പം നിറച്ചും ആളുകളും ഉണ്ടായിരുന്നു. അപ്പം 2 സൈഡിലും അവർ ഓപ്പൺ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഇറങ്ങി വരാനായിട്ട് സാധിച്ചു. ബസ് ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു വിസെയറിലെ. ഞങ്ങൾ കുട്ടൈസി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ടാക്സി വെയിറ്റ് ചെയ്യാണ്. ഹോം സ്റ്റേ പ്ലസ് ടാക്സിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് കുട്ടൈസി എയർപോർട്ട്. കുഞ്ഞൊരു എയർപോർട്ടാണ്. ബസ്സുകളെല്ലാം ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ബസ്സിൽ കയറാം. ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തുകൊണ്ട് ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ജോർജിയൻ ഫ്ലാഗാണ് ആ റെഡും വൈറ്റും ഫ്ലാഗ് ഫുള്ളായിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ലഗേജ് എല്ലാം കിട്ടി. ലഗേജ് വണ്ടിക്കകത്ത് വെക്കുകയാണ്.
ഞങ്ങൾ ഹോം സ്റ്റേയിൽ ബുക്ക് ചെയ്തപ്പം അതിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ടാക്സി അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ ടാക്സിയും ബുക്ക് ചെയ്തിരിക്കുന്നത്. 50 ലാറിയാണ് നമുക്ക് ടാക്സിന്ന് കൊടുക്കേണ്ടി വരുന്നത്. അല്ലാതെ ആവുന്നത് 20 ലാറിയാണ്. ഇതാണ് നീന, ഇവരാണ് നമ്മളെ വിളിക്കാൻ വന്നത്. ഇതാണ് ഓണറും കൂടി ആണ് ഈ ഹോം സ്റ്റേയില. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. റെസ്റ്റോറൻ്റ് ഒന്നും ഞങ്ങൾക്ക് വലിയ പിടിയില്ലാത്തതുകൊണ്ട് കുറച്ചൊന്ന് സ്ട്രീറ്റിലൂടെ നടന്നപ്പം മാക്ഡൊണാൾഡ്സ് കണ്ട്. അപ്പം അവിടെ പോയി ഫുഡ് വാങ്ങിയിട്ട് വന്നു കേട്ടോ, അവിടെ വെച്ച് കഴിക്കാനായിട്ട്. ദേ ചിക്കൻ നഗറ്റ്സും ബർഗറും വാങ്ങിച്ചിട്ട് വന്നു. മക്ഡൊണാൾഡ്സ് ആണ് കിട്ടിയത്, വേറെ ഫുഡൊന്നും കിട്ടിയില്ല. പൊതുവേ നമുക്ക് ബർഗറുകളൊന്നും ഇഷ്ടമല്ല, പിന്നെ ഇന്നും തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു. ഇഷ്ടമല്ലാത്തതിൻ്റെ കാര്യം ഇത് കഴിച്ചാൽ വിശപ്പടങ്ങില്ല എന്നുള്ളത് കൊണ്ടാണ് ഇഷ്ടമല്ലാത്തത്. പിന്നെ തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ദേ ജോർജിയൻ മക്ഡൊണാൾഡ്സ് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ആസ് യൂഷ്വൽ ടേസ്റ്റൊക്കെ സെയിം ആണല്ലേ. വെൽക്കം ടു അവർ ജോർജിയൻ റൂം ടൂർ. ഇതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. നമ്മളിപ്പം നിൽക്കുന്നത് കുട്ടേസിയിലാണ്. നമ്മൾ ഇവിടുത്തെ സൗകര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു വാർഡ്രോബ്, ഹീറ്ററും ടവൽസും നമ്മളെ ബാത്റൂബും ഒക്കെ ഉണ്ട് കേട്ടോ. ബാത്റൂബ് 3 എണ്ണം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വാഷ്റൂം ഉണ്ട്. വാഷ്റൂം അത്യാവശ്യം സൗകര്യങ്ങളുള്ള വാഷ്റൂമാണ്. ഇതാണ് വാഷ്റൂം. വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ. പിന്നെ ഇവിടെ അടിപൊളി ഒരു ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ആൻറ്റിക് പീസാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ബിൽഡിങ് നല്ല പഴക്കമുണ്ട് കേട്ടോ. ഒരുപാട് പഴക്കമുണ്ടെന്നാണ് തോന്നുന്നത്. കാര്യം ഇവിടുത്തെ ഓരോ ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നല്ലൊരു അടിപൊളി ഫ്ലവർ വേസ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണിയിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെളിയിലോട്ടുള്ള വ്യൂ ആണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ചെയറും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇരിക്കാനും. നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് വന്ന് ഈവനിങ് ടൈമിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സൗകര്യമുണ്ട്. ചെറിയ ചെറിയ പെയിൻറ്റിങ്സും വാളിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ടേബിളും 3 ചെയറും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 കട്ടിലാണ് വരുന്നത്. ഞങ്ങൾ 2 എണ്ണം ചേർത്തങ്ങിട്ടു. ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി കിടന്ന റൂം കേട്ടോ. ഇങ്ങോട്ട് വരുമ്പം കുറച്ച് ആൻറ്റിക് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അവരുടെ ക്യാൻഡിലും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പെയിൻറ്റിങ്ങും ഇവിടെ
ഒരു കൗച്ചും ഒരു ഡൈനിങ് ഏരിയയും പിന്നെ ഒരു ഷോ കേസ്. ഇതെല്ലാം ആൻറ്റിക് സാധനങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെ ജോർജിയൻ ഫ്ലാഗ് ഉണ്ടോ, ജോർജിയൻ ഫ്ലാഗ്. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒറിജിനൽ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇവിടെയും വേറെ റൂമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കേ, കുറച്ച് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴോട്ടിറങ്ങുമ്പം ഒരു വാൾക്കണ്ണാടി വെച്ചിട്ടുണ്ട്, വലിയ വാൾക്കണ്ണാടി. ഇവിടെ ഫ്ലവർ വേസ്. ഇനിയാണ് നമ്മൾ ഒരു മോർണിംഗ് സിറ്റി ലൈഫ് എങ്ങനെയെന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി വെളിയിലോട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. ഇപ്പോൾ ഇവിടെ സമയം 8 മണി ആയതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ദിവസം അതിനും റെഡിയായി വരുന്നുണ്ട് കേട്ടോ. നേരെ കാണുന്നത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു ബേബി സിറ്റിംഗ് പോലെ ഉണ്ട്. എവിടെ നോക്കിയാലും നല്ലൊരു ഗ്രീൻ സ്പേസ് കാണാൻ പറ്റും. ജോർജിയൻ കറൻസി കിട്ടുന്നതിന് ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ വരുന്ന കൺട്രിയിൽ നിന്ന് $US ആക്കിക്കൊണ്ട് വരിക. ജോർജിയയിൽ എത്തിയതിന് ശേഷം ഏതെങ്കിലും ഒരു കറൻസി എക്സ്ചേഞ്ചിൽ ചെന്നിട്ട് നമ്മളെ കയ്യിരിക്കുന്ന ഡോളർ ഇവിടുത്തെ ലാറിയാക്കി മാറ്റിയാൽ മതി. എയർപോർട്ടിൽ മാറരുത്, ഭയങ്കര നഷ്ടമാണ്. ഒരു എയർപോർട്ടിലും മാറില്ല. നിങ്ങൾക്ക് കറൻസി മാറ്റാനായിട്ട് ബെറ്റർ ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ വേറൊരു കാര്യം നോട്ടീസ് ചെയ്തു കേട്ടോ. നല്ല ഓൾഡായിട്ടുള്ള ആൾക്കാരും ഇവിടെ എന്തെങ്കിലും പണി അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരെ മസാല നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കാണാനും പറ്റും. എന്തെങ്കിലും പണി അവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരെ കേൾപ്പിച്ചു കൊടുക്കും. എന്നാൽ മാത്രമാണ് അവർക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പം അതൊരു ചെറിയൊരു പ്രശ്നമാണ്. സ്ട്രീറ്റിലൂടെ നടന്നപ്പം ഒരു പോസ്റ്റർ കണ്ടായിരുന്നു സിറ്റി ടൂറിനെ പറ്റിയിട്ട്. അങ്ങനെ ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്തു. നമ്മളൊരു ടാക്സി എടുത്തിട്ടുണ്ട്. നേരെ പോകുന്നത് ആദ്യം തന്നെ പ്രോമത്യൂസ് കേവിലോട്ടാണ് കേട്ടോ. ഫിലിപ്പീനി ഇന്ത്യൻ. ആള് നമുക്ക് ആളുടെ വിസിറ്റിംഗ് കാർഡ് തന്നതാണ്. ആളുടെ പേര് ഇറാഖ്ലി എന്ന് ആണ് പറഞ്ഞത്. ആൾ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. നല്ല ഏജ്ഡാണ്, ഒരു 70 എബവ് ഉണ്ട്. ഞങ്ങളെ ഇനി കാണിക്കാൻ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളെല്ലാം അയാൾ കൊണ്ട് കാണിച്ചു തന്നതാണ്. പക്ഷേ അധികം പൈസയൊന്നും ആയിട്ടില്ല. 100 ലാറി മാത്രമേ ആയിട്ടുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് പ്രൊമത്തസ് കേവിലാണ്. പോകുന്ന വഴിയെല്ലാം പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ വഴികളാണ്. അതിമനോഹരമായിട്ടുള്ള നേച്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മളേതോ ലോകത്ത് നിൽക്കുന്ന കണക്ക് തോന്നും. നമ്മൾ പ്രൊമത്തസ് കേവിൽ എത്തിയിട്ടുണ്ട്.
നല്ല അടിപൊളി ഹണിയും ഒക്കെ ഉള്ളൊരു ഷോപ്പാണിത്. വൈനൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ് കേട്ടോ. What is your name? Maya. Maya? Nice name. India. Yes. India very good. What is this? What is this? Georgian sneakers. Georgian? Georgian sneakers. Look, Georgian. look. Oh. Georgian sneakers. അല്ല. ഇതിന് നൂത്തെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ വയ്യ. ഞാൻ ചോദിച്ചു ഇത് ഹലാലാണോ എന്ന് ചോദിച്ചിട്ടാണ് കഴിക്കുന്നത്. കഴിച്ചു നോക്കട്ടെ. അകത്തെന്തോ ഒരു നട്ട്സ് ഉണ്ട്, പുറത്തെന്തോ ഒരു കട്ടിയുള്ള സാധനം. നമുക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ദേ പിഗ് നിപ്പുണ്ട്. ദേ ഉള്ളിലോട്ട് കയറുകയാണ്. ടിക്കറ്റ് കൗണ്ടറിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, കോഫി ഷോപ്പുണ്ട്, സ്നാക്സൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇറാഖിലി അപ്പൂപ്പം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഹൈലി റെക്കമെൻഡ് ആണ് കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ ആൾ ചോദിക്കത്തുള്ളൂ. ആൾക്ക് എല്ലാ സ്ഥലങ്ങളും അറിയുകയും ചെയ്യാം. അപ്പം എല്ലാം കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. അടുത്ത സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.